അത്യന്തം നാടകീയ രംഗങ്ങൾക്കും വെടിവെപ്പിനും ഒടുവിൽ കാപ്പ കേസ് പ്രതിയായ ബി.ജെ.പി. കൗൺസിലർ ജയിലിൽ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനെ പോലീസ് പിടികൂടിയത്. വെടിവെപ്പ് ഉൾപ്പെടെ പോലീസ് നടത്തിയ നടപടികൾക്കെതിരെ ബി.ജെ.പി. നേതൃത്വം രംഗത്തെത്തി. കയ്യാങ്കളി, തമ്മിൽ തല്ല്, ഭീഷണി, ഒടുവിൽ വെടിവെപ്പും. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ അർദ്ധരാത്രി നടന്നത് അസാധാരണമായ പോലീസ് നടപടികൾ. കേരളത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധി കാപ്പ കേസിൽ ജയിലിലായ കേസിലെ നാൾ വഴികൾ ഇങ്ങനെ. മാർച്ച് 22-ന് തിരുവനന്തപുരം വെള്ളക്കടവ് കടയിൽ മുടുമ്പ് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ കൗൺസിലറായ സുഗതൻ പ്രതിയാകുന്നു. പ്രശാന്ത്, പ്രവീൺ, ബിജിത്ത് എന്നീ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച് കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. കേസായതിനു പിന്നാലെ സുഗതൻ ഒളിവിൽ പോയി. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചെങ്കിലും ഒടുവിൽ ഹൈക്കോടതിയും അപേക്ഷ തള്ളി. നിരവധി കേസുകളിൽ പ്രതിയായ സുഗതനെ കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന പോലീസിന്റെ അപേക്ഷ ഇന്നലെയാണ് കളക്ടർ അംഗീകരിച്ചത്. ഇതോടെ സുഗതനെ വലയിലാക്കാൻ വട്ടിയൂർക്കാവ് പോലീസും ഊർജിതമായി രംഗത്തിറങ്ങി. ഇന്നലെ രാത്രിയോടെ പ്രതി വീട്ടിലെത്തിയെന്ന് അറിഞ്ഞതോടെ പോലീസ് വീട് വളഞ്ഞ് സുഗതനെ പിടികൂടുകയായിരുന്നു. അറസ്റ്റിനെ സുഗതനും സഹോദരൻ സന്ദീപും സുഹൃത്തുക്കളും തടയാൻ ശ്രമിച്ചതോടെ പോലീസ് ആകാശത്തേക്ക് വെടിയുതിർത്തു. വീട്ടിൽ കയറി അറസ്റ്റ്, എന്റെ ഭാര്യ എന്റെ മൈനറായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും പ്രതികൾ ഇവിടെ കാപ്പ കേസിൽ എത്ര പ്രതികൾ അറസ്റ്റ് കിടക്കുമ്പോഴും ഇവർ ഓരോ കേസിലും അടിയില്ല. ഒരു പ്രകോപനം ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. കാലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അവർ തിരികെ തന്നിട്ടില്ല സാധനം. എൻ്റെ ഇവിടെ അടിച്ചു, ചവിട്ടി. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. അല്ല, പുറത്ത്. അറസ്റ്റിനെതിരെ ബി.ജെ.പി. നേതൃത്വവും രംഗത്തെത്തി. പോലീസ് ഏകപക്ഷീയമായിട്ട് വളരെ ആസൂത്രിതമായിട്ട് ഒരു കുടുംബം താമസിക്കുന്ന വീട്ടിൽ, പ്രത്യേകിച്ചും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച്, പ്രകോപനം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യാൻ വന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ബി.ജെ.പി. ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ്. ശക്തമായി നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും മുന്നോട്ട് പോകാൻ ബി.ജെ.പി. തീരുമാനിച്ചിട്ടുണ്ട്. സുഗതന്റെ അറസ്റ്റിൽ അസ്വാഭാവികതയില്ലെന്നും ആകാശത്തേക്ക് വെടിവെച്ചത് അഭിനന്ദിക്കേണ്ട കാര്യമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തെ ഗുണ്ടകളുടെ പറുദീസയാക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല, ഈ ഗവൺമെന്റിന്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാൻ. അതിന് ഗുണ്ടകളല്ല വേണ്ടത്. എന്നാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കമ്മീഷണർ. പ്രതിയെ പിടിക്കാൻ പോയ സമയത്തിൽ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നതാണ്, പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പോലീസിനെ ആക്രമിച്ച കേസിലും സുഗതനെ ഒന്നാം പ്രതിയാക്കി വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്തു. സഹോദരനും കണ്ടാലറിയാവുന്ന 3 പേരും ഉൾപ്പെടെ 5 പേരാണ് പ്രതികൾ. SI ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചെന്ന് FIR-ൽ പറയുന്നു. കുട്ടികളെയും സ്ത്രീകളെയും പോലീസ് മർദ്ദിച്ചെന്ന ആരോപണങ്ങൾ തള്ളുന്നതാണ് നിലവിൽ പുറത്തുവന്ന ദൃശ്യങ്ങൾ. സംഭവം രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രിയും റിപ്പോർട്ട് തേടിയേക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.